Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഒന്ന് പെട്ടെന്നാവട്ടെ ഹണി. ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ? ഇനി ഇതുപോലെ വേർക്കുന്ന പണികൾക്കൊന്നും എന്നെ വെറുതെ വിളിച്ചേക്കരുത്. എന്ത് വൃത്തിയായിട്ട സ്കൂട്ടർ ഇത്? എത്ര കിക്കർ അടിച്ചിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഡോക്ടർ എന്തിനാ വഴിയിൽ വന്നത്? ഞാൻ ഇടിച്ചു വീണത് കണ്ടില്ലേ? ഇവിടെ വരൂ. ഞാൻ എന്റെ കണ്ണിന്റെ പ്രൊജക്ടർ കൊണ്ട് നിന്റെ ഈ വെളിയിലുള്ള ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എന്തിനാണ് ഈ കുതിരപ്പുറത്ത് കയറി വെറുതെ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ കുതിരപ്പുറത്ത് പോകുന്നതാണോ നിങ്ങൾ കണ്ടത്? സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ്. ഡോക്ടർ ബാലു ചോദിക്കുന്നത് നീ എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടുന്നതാണ്? അതെനിക്കും അറിഞ്ഞൂടാ. സങ്കടമെന്ന കടലിൽ നിന്നും സന്തോഷത്തിന്റെ മുത്തുകൾ വാരുന്നത് ആരാണോ അവനാണ് യഥാർത്ഥ ഭാഗ്യശാലി. ആ പറഞ്ഞത് ശരിയാണ്. വീട്ടിൽ വരാറുണ്ട് റിലേറ്റീവ്. ഹണി ഓൾവേസ് തിങ്ക് പോസിറ്റീവ്. എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും മനുഷ്യരായാൽ അതെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് നേരിടണം. പുഞ്ചിരിച്ചുകൊണ്ട് നേരിടണം. പുഞ്ചിരിച്ചുകൊണ്ട് നേരിടണം. മഴ വരുമ്പോൾ നമ്മൾ കുട പിടിക്കണം. ഏതവസ്ഥയിലും നമ്മൾ പുഞ്ചിരിക്കണം. 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 രണ്ട് വലിയ ആൾക്കാര് അത് വിവരമുള്ളവര് പറയാണെന്നുണ്ടെങ്കിലേ അത് ശരിയാവാനാ സാധ്യത ഉള്ളത്. നമ്മൾ ഏത് സാഹചര്യത്തെയും ചിരിച്ചോണ്ട് വേണം നേരിടാൻ. എനിക്ക് തോന്നുന്നത് സ്കൂട്ടർ കേടായെന്നാണ്. അതെ, സ്കൂട്ടർ കേടായിരിക്കുക. അതിന് നീ എന്തിനാണ് ഇങ്ങനെ പല്ലിളിക്കുന്നത്? ഇനി മാർക്കറ്റിലോട്ട് നടന്നു പോകേണ്ടി വരും. സംശയമുണ്ടോ? അതെ, നമുക്ക് നടന്നു തന്നെ പോവാം. നീ വെറുതെ ഇങ്ങനെ ചിരിച്ച് കാര്യം വഷളാക്കരുത്. കാര്യം വഷളാവുന്നുണ്ടോ? എന്നാ നീയും ചിരിക്കേ. ഈ കഴുത കാണിക്ക് ഇന്നെന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. വേഗം വാ, മാർക്കറ്റിലേക്ക് പോകാം. ചേട്ടാ, ഈ ആപ്പിളിന് എന്താണ് വില? ഇത് നല്ല ഒന്നാം തരം കാശ്മീരി ആപ്പിളാ. കിലോയ്ക്ക് 200 രൂപയാ. ഇവിടെ ഭയങ്കര വില കൂടുതലാണല്ലോ. ചിരിച്ചോണ്ട് പറയാൻ എന്താ ഉള്ളത്? അയ്യോ, എല്ലാരും മാറിക്കോ, വണ്ടിയുടെ ബ്രേക്ക് പോയിരിക്കാണ്. ഇവർ രണ്ടിനും വീണ് എല്ലാ തണ്ണിമത്തനും പൊട്ടിച്ചു കളഞ്ഞു. നീ ഞാൻ വീണതിനാണോ ചിരിച്ചത്? എല്ലാരും മാറിക്കല്ലോ പറഞ്ഞല്ലേ? രണ്ടിനും കൂടിയാ. എനിക്ക് രണ്ട് കാര്യത്തിലും വിഷമമുണ്ട്. അത് ശരി. അപ്പൊ ഞാൻ വീണതിലല്ലേ നീ കരഞ്ഞത്? വാ, നിന്നെ ഞാൻ നന്നായിട്ട് കരയിപ്പിക്കാം. ഇവൻ കഴുതയാണെങ്കിലും ഞങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്താണ്. എന്താടാ കണി, നിനക്ക് വട്ടായോ? നാട്ടുകാർക്ക് അപകടം പറ്റുമ്പോ നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഏത് സാഹചര്യമാണെങ്കിലും നമ്മൾ നന്നായിട്ട് ചിരിച്ചോണ്ടിരിക്കണം. ഇവൻ നാട്ടുകാരെ നോക്കി ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങിയ നമ്മളുടെ അവസ്ഥ മിക്കവാറും കരച്ചിലിന്റെ വക്കിലെത്തും. സംശയമുണ്ടോ? ഹണി, നീ മിണ്ടാതെ വീട്ടിൽ പോയിക്കോ. ഇനി ചിരിക്കരുത്. ആ നിൽക്കുന്നതാണ് സേട്ട് മോത്തിലാലിന്റെ മോൻ. നമുക്ക് ഈ ചെക്കനെ കിഡ്നാപ്പ് ചെയ്ത് ആ സേട്ടിന്റെ കയ്യിൽ നിന്ന് നല്ല തുക മേടിക്കാം. എന്റെ പപ്പു, നീ എന്തിനാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓർഡർ ചെയ്തത്? ചപ്ര തലയാ. എടാ, നിന്റെ സംശയം പിന്നെ തീർക്കാം. ഇപ്പൊ നമുക്കവനെ വേഗം പൊക്കാം. ഈ കുട്ടിയെ വിട്, കുട്ടിയെ വിട്. തന്നാലുണ്ടല്ലോ. ടപ്പൂനെ നീ ടപ്പേന്ന് അടിക്കുവല്ലേടാ? എന്നാ വാ, ഞാൻ നിന്നെ അടിക്കാം. അവൻ എന്നെ അടിച്ചടാ. നീ എന്നെ അടിക്കാതെ അവനെ പോയി പിടിക്കേ, വേഗം പിടിക്കേ. പിടിച്ചോ. പണ്ണി, ഇവര് ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവാ. അവർ ഹണിയെയും കുട്ടിയെയും കിഡ്നാപ്പ് ചെയ്യുകയാണ്. വേഗം വാ കൂട്ടുകാരെ.
കാണുന്നില്ലല്ലോ. സോർദാറെ വേഗം മണം പിടിക്ക്. അവരെങ്ങോട്ടാ പോയെന്ന് നോക്ക്. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. എന്തു പറ്റി? ഇതൊരു ബേക്കറിയുടെ വാനാണ്. അകത്ത് ബ്രെഡുകൾ മാത്രമേ ഉള്ളൂ. അത് പിന്നെ ബണി, എനിക്ക് ഹണിയുടെ മണം കിട്ടുന്നില്ല. ഞാൻ പോയി നോക്കാം. അവർ ഹൈവേയുടെ അടുത്തേക്കാണ് പോകുന്നത്. സംശയമുണ്ടോ? വേഗം വാ. അങ്ങോട്ട്. ദാ നോക്ക്, ടയറിന്റെ പാടുകൾ കണ്ടോ? അവർ ഈ കാട്ടുവഴി കൂടാണ് പോയിരിക്കുന്നത്. അതെ, എനിക്കിപ്പോ ഹണിയുടെ മണം കിട്ടുന്നുണ്ട്. വേഗം വാ. അയ്യോ, എന്നെ കിഡ്നാപ്പ് ചെയ്തോ നിങ്ങള്? അതെ, ഇവർ രണ്ടുപേരും പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഞങ്ങളെ പേടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങൾ വളരെ അപകടകാരികളാണ്. ഞങ്ങൾ ഈ നാട്ടിലെ ഫേമസ് ആയ കിഡ്നാപ്പേഴ്സ് ആണ്. അറിയോ നിനക്ക്? നമ്മളെ ശരിക്കും നാണം കെടുത്തുന്നുണ്ട്. അതെ പപ്പു, യവനെ നമുക്കൊരു നല്ല പാഠം പഠിപ്പിച്ചേ പറ്റൂ. ഇയാളാണ് പാഠം പഠിപ്പിക്കുന്നത്. ഓഹോ, നിങ്ങൾ കിഡ്നാപ്പ് ആയിരിക്കാണ്. അല്ലാതെ നിങ്ങൾ റിസോർട്ടിൽ ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല. മനസ്സിലായോ? വേഗം പിടിക്കവനെ. അവന്റെ പരിപ്പ് ഞാൻ എടുക്കും. എന്റെ അമ്മച്ചി, ഇനി എന്താ ചെയ്യാ? എന്റെ വല്യളിയാ, ദാ നോക്ക്, നമ്മുടെ ഹണിയെ അറ്റാക്ക് ചെയ്യണവർ. ഞങ്ങളുടെ കൂട്ടുകാരനെ കിഡ്നാപ്പ് ചെയ്ത് അടിക്കുന്നോ? ഇനി നിങ്ങൾ ഞങ്ങളുടെ അടി കണ്ടോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇന്നത്തെ ദിവസം ഹണിയും സ്വന്തമായി ബുദ്ധി ഉപയോഗിച്ചു തുടങ്ങി. സംശയമുണ്ടോ? ഇനി നിന്റെ ഊഴമാണ്. അയ്യോ, ഒന്ന്
മതിയാക്ക്. നിങ്ങൾക്കറിയോ ഈ ആള് ഞങ്ങളെ ടോർച്ചർ ചെയ്യാണ്. ഞങ്ങൾക്ക് മതിയായി. ഭീഷണിപ്പെടുത്തിയാലും ഇവൻ ചിരിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ താൻ കിഡ്നാപ്പ് ചെയ്യുമല്ലേ, കാശ് ചോദിക്കുമല്ലേ? എന്റെ പൊന്നു ചങ്ങാതി, ഞങ്ങൾ കടയിൽ കാശ് അങ്ങോട്ട് തരാം. ഇവനെ ഒന്ന് കൊണ്ടുപോ. ദൈവത്തെ ഓർത്തൊന്ന് കൊണ്ടുപോ. ഇവരോടൊപ്പം നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകും. പോലീസ്. എനിക്ക് വിവരം തന്നതിൽ നന്ദിയുണ്ട് കുട്ടികളെ. ഈ കിഡ്നാപ്പേഴ്സിനെ ഞങ്ങൾ കുറെ ദിവസമായിട്ട് അന്വേഷിക്കുകയായിരുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവരെന്നെ കിഡ്നാപ്പ് ചെയ്തു, പിന്നെ കമ്പിളിയിൽ പൊതിഞ്ഞു കെട്ടി വെച്ചു, ഭീഷണിപ്പെടുത്തി. ഞാൻ കുറെ ഇടി അവർക്ക് കൊടുത്തു. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൽ ചിരിക്കാൻ എന്താണ് കാര്യമുള്ളത്? അതായത് നമ്മുടെ കന്നാ സാറും ഡോക്ടർ ബാലു എന്നോട് പറഞ്ഞിരുന്നു, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ നമ്മള് ചിരിച്ചോണ്ട് നേടണമെന്നാ പറഞ്ഞത്. എന്റെ അമ്മച്ചി ഇന്ന് ചിരിച്ചിരിച്ചെന്റെ വയർ നിറഞ്ഞെന്നാ തോന്നുന്നേ. എടാ കഴുതേ, അതിന്റെ അർത്ഥം 24 മണിക്കൂറും ഇങ്ങനെ എന്ന് ചിരിക്കണമെന്നല്ല. സംശയമുണ്ടോ? അവരുദ്ദേശിച്ചത് എന്താണെന്നറിയോ? ഏത് സാഹചര്യം വന്നാലും അത് പുഞ്ചിരിയോടെ നേരിടണമെന്നാ. അത് ശരി, പുഞ്ചിരിയോടെ നേരിടണമെന്നായിരുന്നോ? ഇപ്പൊ പറഞ്ഞത് എന്തായാലും നന്നായി. ചിരിച്ച് ചിരിച്ചെന്റെ കവളത്തോരെ നീര് വെക്കാൻ തുടങ്ങിയതാ കൊച്ചളിയാ. അയ്യോ, അതൊന്നും കുഴപ്പമില്ല വെല്ലിയളിയാ. വെല്ലിയളിന്റെ മണ്ടത്തരം കാരണം ഗുണ്ടകളായ പപ്പൂനും ടപ്പൂനും പിടിക്കാൻ കഴിഞ്ഞു. പിന്നെതാ ഈ കുട്ടിയും രക്ഷപ്പെട്ടില്ലേ?